ഇപ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ചായയുടെ കൂടെ എന്തെങ്കിലും കഴിക്കുക എന്നുള്ളൊരു പതിവായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ അത് ഒഴിച്ചുകൂടാനേ പറ്റില്ല. ചായ കുടിക്കുമ്പോൾ ഒന്നും ഇല്ലെങ്കിൽ എന്തോ ഒരു വല്ലാത്തൊരു ഫീലാണ്. അപ്പം നമ്മൾ സാധാരണ മറ്റേ പൊരിപ്പുണ്ടല്ലോ, ചായപ്പൊരിപ്പ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന, ഒന്നെങ്കിൽ അത് മേടിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് അങ്ങനെയൊക്കെ ആയിരിക്കും. ചിലപ്പോഴൊക്കെ ഇതുപോലെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അവൽ നനച്ചത്. അവൽ, തേങ്ങ, ശർക്കര, പഴം ഇതൊക്കെ വെച്ചിട്ട് നല്ലപോലെ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് നനയ്ക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം നല്ലപോലെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നനച്ചിട്ട് നല്ലപോലെ ഞെവിടിയെടുത്ത് അത് നല്ലപോലെ മിക്സാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് സത്യം പറഞ്ഞാൽ. ഇതിൻ്റെ ടേസ്റ്റ് നമ്മുടെ ബേക്കറി ഐറ്റംസിന് ഇല്ലെങ്കിൽ നമ്മുടെ പൊരിപ്പിന് ഒന്നും കിട്ടത്തില്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. അൻവിക്കും കൊടുത്ത് അവനും ഇഷ്ടപ്പെട്ടു കേട്ടോ, അവനും കഴിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമായിട്ട് ഉണ്ടാക്കും. പിന്നെ ചായയും കുടിച്ച് അതും കഴിച്ചു. അപ്പം ഇനിയും കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ജോലിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കാർട്ടൂൺ ഇട്ടേക്കുമായിരുന്നു കേട്ടോ. കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാട്ടുകൾ, നമ്മുടെ കാർട്ടൂൺ സോങ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടേക്കും. അപ്പോൾ അതിന് പിള്ളേർ നല്ല കളിയായിരുന്നു കേട്ടോ. രണ്ടുപേരും കൂടെ ടിവിയുടെ ഫ്രണ്ടിൽ നിന്ന് നല്ലപോലെ ഡാൻസ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് ചിരിച്ച്, ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇന്ന് ചിരിക്കുകയാണ് ഇതൊക്കെ കണ്ട്. അപ്പോൾ ചിരിച്ച് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തൂക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. ഞാൻ തൂക്കാനായിട്ട് ഇറങ്ങി അവിടെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചപ്പോൾ പിന്നെ അൻവി അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഥകളിയായിരുന്നു. അപ്പോൾ അത് അവനെ ഞാൻ മാറ്റി വെച്ച് ഫോൺ കൊണ്ടുവന്ന് ഞാൻ മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ ഓടി മുറ്റം തൂക്കണം. കാരണം ഒത്തിരി ലേറ്റായി. കാര്യം പറഞ്ഞിരുന്ന സമയം പോയത് അറിഞ്ഞതേ ഇല്ല. അപ്പം വിളക്ക് എത്തിക്കണം. അപ്പോൾ അതിൻ്റെ തിരക്കിൽ ഓടി പിടിച്ച് ഞാൻ എല്ലാം നല്ല വൃത്തിക്ക് തൂത്ത് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെടി നനയ്ക്കാനായിരുന്നു കേട്ടോ. ചെടി ഇപ്പം നമുക്ക് ഒത്തിരി ചെടി ഉണ്ടായിരുന്നു, പക്ഷേ ശ്രദ്ധിക്കാതെയൊക്കെ കുറേ പോയി. ഇപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ അലോവേറ നല്ലപോലെ ഉണ്ട്. അത് പണ്ട് മുതൽക്കേ ഉള്ളതാണ്. പണ്ട് മുതൽ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. അത് നമ്മൾ നല്ലപോലെ നോക്കാറുണ്ട്. അപ്പോൾ അത് കുറച്ചധികം ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിരുന്നപ്പോൾ അൻവിയും കൂടെ വന്നേ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഈ നിൽക്കുന്ന മൾബറിയാണ് കേട്ടോ. മൾബറിയിൽ നമുക്ക് നല്ല ശരിക്കും മൾബറി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. അത് 2 വട്ടമൊക്കെയാണ് കിളിക്കുന്നത്, വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിന് ഞാൻ വെള്ളം, അപ്പോൾ ഈ വട്ടത്തത് കായ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. ചൂടല്ലേ, അപ്പോൾ എല്ലാം പൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അലോവേറയ്ക്കും ബാക്കിയുള്ള ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തു. അപ്പോൾ അൻവി വന്ന് നിന്ന് കുളിച്ച് കഴിഞ്ഞാണ് കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് നിന്ന് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഞാൻ വഴക്ക് പറയാണ്, പോയി ദേഹം നനയ്ക്കാതെ കീറെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വഴക്ക് പറയാണ്. എവിടേക്കൊക്കെ നമ്മുടെ പിള്ളേരൊക്കെ പിന്നെ കുരുത്തക്കേടിൻ്റെ അങ്ങ് അറ്റമായിട്ട് തോന്നുന്നു, നോക്കാറേ വേണ്ട. പിന്നെ അവൻ അത് എടുത്തോട്ടോ. ഞാൻ പിന്നെ പോയി പൈപ്പൊക്കെ അടച്ചിട്ട് വന്ന് അവനെ അകത്തേറ്റി. എന്നിട്ട് ഞാൻ പിന്നെ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടോ. വിളക്ക് എത്തിക്കണമായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ പോയി കുളിച്ചിട്ടൊക്കെ വന്ന് വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. വിളക്കെത്തിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്തേക്കണേ. ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കണം. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമേ. ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷം ഞാൻ അടുത്ത വ്ളോഗായിട്ടിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.